അനുമതി കിട്ടിയില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുകയാണ്. അനുമതി കിട്ടാത്ത സാഹചര്യത്തിൽ നിവേദനം നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി തിരക്കായിരിക്കുമെന്നും വീണ ജോർജ് പറയുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി നൽകിയ കത്തും മന്ത്രി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റിന് എൻ്റെ ഓഫീസ് വഴി കത്ത് കൊടുത്തിരുന്നു, റെസിഡൻറ്റ് കമ്മീഷൻ വഴി കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെൻറ്റേഷൻസ് 2 കൊടുത്തിട്ടുണ്ട്. അനൂപ് ദാസ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനൂപ്, ഡൽഹിയിലേക്ക് മന്ത്രി എത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് ക്യൂബൻ മന്ത്രി അവിടെ എത്തുന്നു, ടീം എത്തുന്നു, അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഒപ്പം അതിനു മുമ്പ് ആരോഗ്യമന്ത്രിക്ക് ഉള്ള ഒരു അപ്പോയിൻമെൻറ്റ് സംബന്ധിച്ച് അവിടെ എത്തിയിട്ടാണോ ഇങ്ങനെ ഒരു ലെറ്റർ തയ്യാറാക്കുന്നത്? ഇക്കാര്യത്തിൽ എന്താണ് ആരോഗ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും ആശാവർക്കർമാരുടെ സമരം അത് മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഒടുവിൽ പ്രതികരിക്കുന്നത്? ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇന്ന് നടത്തിയിരുന്നു എന്നാണ് രാവിലെ കണ്ടപ്പോഴും വീണ ജോർജ് പറഞ്ഞത്. ഇന്നിപ്പോൾ വൈകിട്ടോടെ 4:30 കൂടിയാണ് ക്യൂബൻ ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി മന്ത്രി ഇവിടെ നിന്ന് അശോക ഹോട്ടലിലേക്ക് പോയത്. അതിന് മുൻപാണ്, തൊട്ട് മുൻപാണ് മന്ത്രി പറഞ്ഞത് 4 മണിക്കൊരു നിവേദനം കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് റെസിഡൻസ് കമ്മീഷൻ വഴി കൈമാറിയിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ മന്ത്രി 18-ാം തീയതിയും 19-ാം തീയതിയുമാണ്, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുമതി തേടിക്കൊണ്ടുള്ള കത്ത് നൽകിയത്. ആ കത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഈ രണ്ട് കത്ത് ആദ്യത്തെ കത്ത് 18-ാം തീയതി അത് മന്ത്രിയുടെ ഓഫീസ് തന്നെ വഴി നൽകിയതാണ്. ഇന്നലെയാണ് രണ്ടാമത്തെ കത്ത് ഇവിടെ കേരള ഹൗസിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണർ വഴി കൈമാറിയത്. ആ കത്തിലെ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തനിക്ക് കാണാനുള്ള അനുമതി നൽകണം എന്ന ഒരാവശ്യം മന്ത്രി ഉന്നയിച്ചത്. അതായത് ഒന്നാമത്തേത് ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച്, രണ്ടാമത്തേത് 2023-24 കാലയളവിലെ ബാക്കിയുള്ള കുടിശ്ശികയുള്ള പണം നൽകുന്നത് 637 കോടി രൂപ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മൂന്നാമത്തെ കാര്യം എയിംസ് കേരളത്തിന് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നാലാമത്തേത് കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി തനിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കണം എന്നാണ് വീണ ജോർജ് ഈ 2 കത്തുകളിലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അനുമതി ലഭിച്ചില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സഭ നടക്കുകയാണ്. രാജ്യസഭ ഇന്ന് ഇരുസഭകളും ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വലിയ തർക്കമായി DMK-യുമായി ബന്ധപ്പെട്ട ഒരു ബഹളത്തിൽ കലാശിച്ച് പിരിയുകയായിരുന്നു. അതായത് സഭാ നടപടികൾ മുന്നോട്ട് പോയിരുന്നില്ല. എങ്കിലും കൂടിക്കാഴ്ചകൾ അനുമതി ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും തിരക്കായിരിക്കുമെന്നാണ് വീണ ജോർജ് അക്കാര്യത്തിൽ പറഞ്ഞത്. ഇനി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിക്കുന്ന ഘട്ടത്തിൽ കാരണം ഒരു സംസ്ഥാന മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ഒരു അപ്പോയിന്റ്മെന്റ് തേടുമ്പോൾ ഉണ്ടാകുന്ന അതിന് ഉള്ള സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ സംബന്ധിച്ച് എന്താണ് കൃത്യമായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നത്? എന്താണ് ഇനി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മറ്റു കൂടിക്കാഴ്ചകളോ മറ്റോ ഇനി നടക്കുമോ? എന്താണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത്? കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിവരം, അങ്ങനെ അനുമതി തേടിയിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ അനുമതി നൽകിയിട്ടുണ്ടോ എന്നോ ഉൾപ്പെടെയുള്ള ഒരു കാര്യവും നമ്മളുമായി സംസാരിച്ചില്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു വിവരം നൽകിയിട്ടില്ല. അതേസമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പറയുന്ന വിവരം മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. ആ വിവരം അനുസരിച്ച് 18-19 തീയതികളിൽ അനുമതി തേടിയിരുന്നു, പക്ഷേ ലഭിച്ചില്ല. ഇനിയും അനുമതി ലഭിക്കുകയാണ് എങ്കിൽ വന്ന് കാണുമെന്നത് മാത്രമാണ്. അതല്ലാതെ കേന്ദ്രത്തെ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി സ്വീകരിച്ചത് മോശം നിലപാടാണ് എന്നോ ഒന്നും സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നില്ല. അവർ പറയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നു, ആരോഗ്യമന്ത്രിയുടെ ബ്രീഫിംഗ് ആണ്, അത് മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ അപ്ലൈ ചെയ്ത ആ ഒരു ദിവസവും ഒക്കെ തന്നെ എന്താണ് കേന്ദ്രമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ച 4 കാര്യങ്ങൾ, ആ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ആ കത്താണ് ആരോഗ്യമന്ത്രി പുറത്തേക്ക്.